ഹബീബീസ്, വെൽക്കം ടു ദി ബാബ് വൺസ് മോർ. നമ്മൾ കുറച്ച് ലേറ്റ് എടുത്ത വീഡിയോടാ. നമ്മളങ്ങനെ അന്ന് രാത്രി കടന്ന ശേഷം പിറ്റേ ദിവസം നമ്മൾ നീക്കുമ്പോൾ ഒരു 6-7 മണിയായിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയപ്പോണ്ടല്ലോ ഒരു മനോഹരമായ കാഴ്ചയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ 2116 ബ്രിഡ്ജസും 92 ടണലോട് കൂടിയുള്ള വെസ്റ്റേൺ ഗട്ട്സിൽ സഞ്ചരിക്കുന്ന വൺ ഓഫ് ദി ഹൈയസ്റ്റ് റെയിൽവേ സെൻട്രൽ ഏഷ്യ, ദി കൊങ്കൺ. 1998 26 ജനുവരിയിലാണ് ഇതിൻ്റെ പണി തുടങ്ങിയത് കേട്ടോ. കർണാടകയിലെ തോക്കൂര് മുതൽ മഹാരാഷ്ട്രയിലെ കോലാട് വരെ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടത്തിലൂടെയുള്ളൊരു മനോഹരമായ യാത്ര. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തോ, അതിനെപ്പറ്റി കുറച്ച് ചരിത്രം എനിക്കറിയണേ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്റ്റേ വിത്ത് മീ. ഓക്കെ, നമ്മളങ്ങനെ 6:30 നീച്ച് ഇങ്ങനെ പുറത്തിറങ്ങി നോക്കണ സമയത്ത് അവിടുന്ന് കണ്ട കാഴ്ചകളാണ് എന്ത് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു 8 മണി വരെയുള്ള യാത്ര കേട്ടോ കാണിക്കാൻ പോണത്. അത് കാണുന്നത് മുംബൈ ആണ്. ഞാൻ പറഞ്ഞുതരാം. 2116 ബ്രിഡ്ജസും 92 ടണലോട് കൂടിയുള്ള വെസ്റ്റേൺ ഗട്ട്സിലെ മനോഹരമായ പച്ചപ്പരവതാനിലൂടെ വൺ ഓഫ് ദി ഹൈയസ്റ്റ് റെയിൽവേ സെൻട്രൽ ഏഷ്യ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കൊങ്കൺ. പണ്ട് തീരദേശങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെയിൽവേ ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ ആയിരിക്കരുത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക വഴിയിലൂടെ 756.25 കിലോമീറ്റർ പരന്ന് കിടക്കുന്ന ഒരു മനോഹരമായ പാതയാണ് കൊങ്കൺ. ഇതിലൂടെ ട്രെയിൻ 120 കിലോമീറ്റർ പെർ ഹവർ വേഗതയിലാണ് സഞ്ചരിക്കുക. 1957 ഒരു ഏരിയൽ സർവേ കണ്ടക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു വിശാലമായ സാധ്യതകൾ ഒളിച്ചടക്കുന്ന ഒരു പദ്ധതി ഉണ്ടെന്നാണ് തിരിച്ചറിഞ്ഞത്. ഡസഗോവൺ റായ്ഗർ ഡിസ്ട്രിക്റ്റ് മഹാരാഷ്ട്രയിലായിരുന്നു ഈ ഒരു പദ്ധതിയുടെ തുടക്കം. VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്താട്ടോ അന്നത്തെ റെയിൽവേ മിനിസ്റ്ററായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ലാൻഡ് പെൻഡിങ് ഡിമാൻഡ് എന്ന് വെച്ചാൽ സ്ഥലത്തിൻ്റെ വിസ്തൃതി എന്ന് വേണമെങ്കിൽ പറയാം നിശ്ചയിച്ചു കൊടുത്തത്. മധു ദാന്തവാൻ്റെ പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ്റെ വൈസ് ചെയർമാനായ രാമകൃഷ്ണ ഹെഡ്ജായിരുന്നു ഈ ഒരു പദ്ധതിക്ക് സാമ്പത്തികമായിട്ട് ബാക്കപ്പ് ചെയ്തത്. ഈ ഒരു സംരംഭം ഏറ്റെടുത്ത് നടപ്പിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. അതാരറിയോ? നമ്മുടെ സ്വന്തം കേരളക്കാരനായ ശ്രീധരൻ. എന്നാലും എല്ലായിടത്തും ഒരു മലയാളി കാണുമല്ലേ. 1998 26 ജനുവരിയിലാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. കർണാടകയിലെ തോക്കൂര് മുതൽ മഹാരാഷ്ട്രയിലെ കോലാട് വരെ നീണ്ട് പരന്ന് കിടക്കുന്ന പശ്ചിമഘട്ടത്തിലൂടെ ഒരു മനോഹരമായ യാത്ര ആരംഭിക്കുകയാണ്. ഉടുപ്പി, കർവാർ, മഡഗോവൺ, രത്നഗിരി, ചിപ്ലും എന്നിവയാണ് മെയിൻ സ്റ്റേഷൻസ് കേട്ടോ. ഇത് ട്രെയിനുകളിൽ പോകുമ്പോൾ കാര്യം പറഞ്ഞു കേട്ടോ. ഇതിലൂടെ ഒരുപാട് ട്രക്സിനെ റെയിൽ വഴി കൊണ്ടുപോകുന്നുണ്ട്. ഇതിനാണ് റോൾ ഓൺ റോഫ് എന്ന് പറയുക. അതിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് വേറൊരു പദ്ധതി ഉണ്ടാക്കിയത് കേട്ടോ. ആദ്യമായിട്ട് ഉടുപ്പി മാംഗ്ലൂർ ഏകദേശം 46 കിലോമീറ്ററാണ് യാത്ര ആരംഭിച്ചത്. 2009-10-11 284 കോടിയുടെ ലാഭം ഉണ്ടാക്കാൻ കൊങ്കൺ റെയിൽവേക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് നിർമ്മിക്കാൻ ചിലവായതോ ഓൾമോസ്റ്റ് 1287 ഇന്ത്യൻ റുപ്പി ക്രോർസ് എന്ന് വെച്ചാൽ 1287 കോടി രൂപ. മനസ്സിലാവുണ്ടോ? ഇനി കുറച്ച് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. ഓർത്ത് നിന്നോട്ടോ. ഏറ്റവും വലിയ ടണലേ ഏതറിയോ? ഇതൊക്കെ നിങ്ങൾ ഈ കൊങ്കൺ വഴി പോണ സമയത്ത് കാണാൻ പറ്റുന്ന സംഭവമാണ്. മനസ്സിലാവുണ്ടോ? ശ്രദ്ധിച്ചോ. ഏറ്റവും വലിയ ടണൽ നമ്മുടെ കൊങ്കൺ റെയിൽവേയിലൂടെ കടന്നു പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ ഇനി മറക്കരുത്. രത്നഗിരി സ്റ്റേഷനിലേക്ക് നോക്കിക്കോ. അടുത്തുള്ള കർബുഡെ ടണൽ നിന്നിട്ട് ഏകദേശം 6.561 കിലോമീറ്റർ ദൂരമാണ് അതിനുള്ളത്. ഇനി ഏറ്റവും വലിയ പാലേതറിയോ? കടന്നു പോകുന്നത് സരസ്വതി നദിയുടെ മുകളിലൂടെ കടന്നു പോകുന്ന മേൽപ്പാലം. ഏകദേശം 2.66 കിലോമീറ്റർ ദൂരമാണ് ഇതിനുള്ളത്. ഇതുണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും വലിയ തുറടി എന്താണെന്ന് അറിയാം? 43,000 ഈ ലാൻഡ് ഓണേഴ്സ് ഇല്ലേ, ഭൂവുടമകൾ, അവരുടെ നിന്ന് ലാൻഡ് മേടിച്ചിട്ടങ്ങോട്ട് പാടാണ് ഏറ്റവും വലിയ ഉണ്ടായ ടാസ്ക്. അതിനാണെങ്കിലോ ഈ 43,000 ലാൻഡ് മേടിക്കാൻ കഷ്ടപ്പെട്ട് അതിനു വേണ്ടി എത്ര വർഷങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥർ നടന്നിട്ടുണ്ടെന്നാണ് ഇതിൽ കാണാനുള്ളത്. ആദ്യമായിട്ട് ഈ വഴിയിലൂടെ ആക്സിഡൻ്റ് ആവുന്നത് 2003 ജൂൺ 22
കർവാർ മുംബൈ എക്സ്പ്രസ് ആണ് ആക്സിഡൻറ്റിൽ ആദ്യം ഉണ്ടാകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചുറ്റുള്ള സ്ഥലങ്ങളിൽ ഈ മലനിരകളും ഈ എലവേഷൻ കൂടിയിട്ടുള്ള മലനിരപ്പുകളായതുകൊണ്ട് തന്നെ എവിടെ എപ്പോഴും ലാൻഡ് സ്ലൈഡുകളും മണ്ണിടിച്ചിലും ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇത് ഇതൊക്കെയാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മണ്ണിടിച്ചിൽ. ഇപ്പം നമ്മുടെ ഈ വർഷം തന്നെ 2 മാസം മുന്നേ തന്നെ ഇത് തീർന്നു. നമ്മുടെ കൊങ്കൺ റെയിൽവേയിൽ അവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പുറത്ത് നോക്കിക്കായിരുന്നു. എന്ത് രസമാണെന്ന് അറിയാം പുറത്ത് നോക്കിക്കാൻ. ഫോൺ പിടിക്കുന്ന നോക്കണ്ട കേട്ടോ. ഫോൺ പിടിക്കുന്നത് ഞാൻ എന്തോ വളരെ മുറുക്കെന്താ ഈ ഫോണിപ്പോൾ പൊട്ടുന്ന രൂപത്തിലാണ് പിടിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് കാണിച്ചതിനെ കൊണ്ടാണ് പിടിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ, നല്ല രസമാണ് അങ്ങനെ പുറത്ത് പോയിക്കാൻ. നമ്മളിങ്ങനെ ആണല്ലോ ഇപ്പോൾ ആ സമയമാകുമ്പോഴത്തേനാണല്ലോ 8 മണി ആവാനായി. എന്നാലും കുറച്ച് നമ്മൾ മുംബൈയിൽ നമ്മൾ വസായി റോഡ് എത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം കൊങ്കൻ്റെ കീഴക്കണമെന്ന്. അങ്ങനെ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഇടയിൽ ഓൾമോസ്റ്റ് 74 ആൾക്കാർ എന്ത് ചെയ്ത് മരിച്ചത്. മുംബൈയുടെ ഈ ഒരു തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞു വന്നിട്ടാണ് നമ്മുടെ 74ഓളം ഉദ്യോഗസ്ഥരും പണിക്കാർ ലേബേഴ്സ് ഇതിൽ മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഇതിനിടം. കാരണം ഈ ടണൽ ഉണ്ടാക്കണ സമയത്ത് ടണൽ ഇടിഞ്ഞു വീണിട്ടും ടണൽ നേരം പോലെ ഉള്ളതില്ലാത്തതുകൊണ്ടൊക്കെ കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, 74 പേരുകൾ. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ഫസ്റ്റ് കർവാർ മുംബൈ എക്സ്പ്രസ് ഈ ആക്സിഡൻ്റ് ആയ ശേഷം ഗവൺമെൻറ് നന്നായിട്ട് ഇടപെട്ടിട്ടാണ് എന്ത് ചെയ്ത് കുറേ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ആ കൊങ്കണയിൽ പോണ സമയത്തൊക്കെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒരു ഇതുപോലെ കെട്ടിയിട്ടുണ്ടാവും, ഒരു നെറ്റ് പോലെ കെട്ടിയിട്ടുണ്ടാവും. അതൊക്കെ അതിനുള്ള ഒരു പ്രിക്കോഷൻസാണ്. അയച്ചിട്ട് ഉണ്ടാവില്ലെന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരുപാടൊക്കെ അതിനുള്ള സേഫ്റ്റിയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ എന്തായാലും പോണ സമയത്ത് എന്ത് ചെയ്യുക, ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ മറക്കാതെ കാണുക. നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കർണാടക ബോർഡർക്ക് എത്തിക്കഴിഞ്ഞാൽ തോക്കൂര് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. തോക്കൂര് മുതൽ ഉടുപ്പി, നമ്മൾ മെയിൻ സ്റ്റേഷൻ പറഞ്ഞാൽ ഉടുപ്പി. തോക്കൂരെ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഉടുപ്പി മുതൽ നമുക്ക് എന്ത് ചെയ്യുക ഇറങ്ങി കാണാൻ പറ്റും. പക്ഷെ ഞാൻ എത്തിയപ്പോഴത്തേനും ഒരു 6:30 ആയപ്പോഴത്തേനും 6:30 മിക്ക ട്രെയിനുകളും, ചില ട്രെയിൻ എനിക്കറിയില്ല ഏതൊക്കെ ട്രെയിനാണെന്നുള്ളത്, പക്ഷേ മിക്ക ട്രെയിനുകളും ഈ ഒരു രാത്രി സമയത്തൂടെയാണ് കടന്നു പോകുന്നത്. അതാണ് ഒരു പ്രശ്നം. പക്ഷെ എന്നാൽ പോലെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എന്ത് ചെയ്തത്, ഞാൻ 6:30 നേരെ നീച്ച് പുറത്തിറങ്ങിയപ്പോൾ നല്ല മനോഹരമായ തണുപ്പും ചെറിയൊരു കുളിർമുള്ള തണുപ്പും എന്നാൽ അതിനൊപ്പം തന്നെ എന്നാൽ മൂടി പിടിച്ച ആ സൂര്യൻ്റെ രശ്മികളൊക്കെ തരണം ചെയ്തിട്ടുണ്ടല്ലോ, ഒരുമാതിരി ഫീലാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ പച്ചപ്പർവ്വതാലി പോലെ കിടക്കുന്ന ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ ട്രെയിൻ യാത്ര പോകുന്നതുണ്ടല്ലോ, അതൊരു വേറെ രസമാണ്. പക്ഷേ ഇതോട് കഴിഞ്ഞാൽ പിന്നെ മുംബൈയാണ്. മുംബൈ എത്തിയപ്പോൾ സാധാ പോലെ അപ്പുറത്തും ഇപ്പുറത്തും ഈ മുംബൈ എത്തിയപ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, ഒന്ന് അപ്പുറത്ത് ഇപ്പുറത്തെ ഭാഗത്ത് വളരെ ഹൈ ആയിട്ട് ജീവിക്കുന്ന ഒരു ജനത, നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് എന്താ സ്ലംസായി ജീവിക്കുന്നത്. അത് എനിക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ വസായി റോഡ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എത്തുന്ന സമയത്തുള്ള അവിടെ തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ തെറ്റ് നോക്കിയാൽ തന്നെ കുറച്ചൊക്കെ വീടുകൾ കാണാം. വീടുകളും അത് തന്നെ എത്തുന്ന ആൾക്കാരുടെ സെറ്റിൽമെൻറ്റ്സ് അവിടെ തുടങ്ങിയെന്നാണ് അർത്ഥം. അങ്ങനെ അവിടുന്ന് നമ്മൾ പോയിക്കൊണ്ടിരുന്നിട്ട് മുംബൈയിലെത്തുന്നതോടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഇങ്ങനെ ബിൽഡിങ്സുകൾ ഇങ്ങനെ ദൂരന്നേ കാണാൻ പറ്റും. അപ്പോൾ ആരും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ജീവിതത്തിൽ എന്ത് ചെയ്യണം, ഈ ഒരു റൂട്ടിലൂടെ പോയി നോക്കുമ്പോൾ എന്ത് ചെയ്യുള്ളൂ. ഞാനിപ്പോൾ എനിക്ക് പറഞ്ഞത്ര ഞാൻ ഇത് വീഡിയോ എടുത്തിട്ടുള്ളൂ എന്ന്, പക്ഷേ നിങ്ങളിൽ കാണുന്ന ആരൊക്കെയുണ്ടോ ഇതൊക്കെ ഒന്ന് ഒരു ജീവിതത്തിൽ ഒരാഴ്ചയിൽ ഒന്ന് എന്ത് ചെയ്യണം, ഈ വഴിയിലൂടെ പോകുന്ന സമയത്ത് ഇതൊന്ന് കണ്ടാൽ ഉറപ്പാണ് നല്ല രസമാണ്. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് എന്താണ്, അതാണ് നമ്മുടെ ഈ വെസ്റ്റേൺ ഗട്ട്സ് നമ്മുടെ നാടിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ വെസ്റ്റേൺ പശ്ചിമ ഘട്ടത്തിൽ, അതാണ് വെസ്റ്റേൺ ഗട്ട്സ്, അതിലൂടെ കടന്നു പോകുന്ന നമ്മുടെ കേരളത്തിലൂടെയൊക്കെ. നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ കൊടുമുടിയ ആനമലൈ, അതൊക്കെ ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങളാരും മറക്കാതെ എന്ത് ചെയ്യുക, ഇതൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച തന്ന നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു നന്ദി. ഇത് വൺ ഓഫ് ദി ഹയസ്റ്റ് റെയിൽവേ ഇൻ ഏഷ്യൻ കേട്ടോ. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, കണ്ടോ അങ്ങതാ പറഞ്ഞത്, അതാ മുംബൈയുടെ ഭാഗമാണ്. ഇങ്ങനെ നമ്മൾ തിരിഞ്ഞ് അതിൻ്റെ അടുത്തേക്ക് എത്തും. ഇന്ന് കങ്കൺ റെയിൽവേ എന്ന കൂറ്റൻ നേട്ടം മനുഷ്യനിഷ്ഠയുടെ വിജയഗാഥമായി നിലകൊള്ളുന്നു. സാഹസികതയും ആവിഷ്കാരങ്ങളും പരസ്പരം കൈകോർത്ത് നടത്തിയ മഹത്തായ ഈ പ്രയത്നത്തിലൂടെ ഭാരതം ലോകത്തിനു മുന്നിൽ മറ്റൊരു നിമിഷം അർപ്പിച്ചു. ഓരോ തവണയും തീവണ്ടി കങ്കൺ വഴിയോരത്തെ മലകളും താഴ്വാരകളുമേറ്റി സഹ്യാദ്രിയിൽ തൂങ്ങി സഞ്ചരിക്കുമ്പോൾ
നമുക്ക് ഓർമ്മ വെക്കാം, ഇത് സർവ്വസാധാരണമായ റെയിൽവേ മാത്രമല്ല, നമ്മുടെ സങ്കല്പശേഷിയുടെ അതിർത്തികളെയും അത് ജീവിക്കുന്ന ഒരു ചരിത്രമാണെന്ന്. അങ്ങനെ നമ്മളിന്ന് ലക്ഷ്യം വെച്ച് നമ്മുടെ വസായ റോഡിലെത്തി, മുംബൈയിലെത്തി. അവിടെയാണ് നമ്മുടെ ചപ്പാത്തിയും പൊരിച്ചമീനൊക്കെ തന്ന കമ ഇറങ്ങിയത്. ഞാൻ വളരെ ലോക്കലൈസായിട്ട് പറയുന്നത്, എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം ബാബ്.